നമ്മൾ കഴിക്കാനെടുക്കുന്ന ഭക്ഷണത്തിന്റെ 30% നമ്മൾ അറിഞ്ഞോ അറിയാതെ പാഴാക്കി കളയുന്നു. അത് ലക്ഷോപലക്ഷം പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണമാണ്. പാഴാക്കുന്നതിന് മുമ്പ് ഒരല്പം ആലോചിക്കുക. നല്ല ഭക്ഷണവും അതിനൊത്ത് സർവീസും നൽകിയാൽ ആരും ആ നല്ല ഭക്ഷണം പാഴാക്കുകയില്ല. Banana Leaf a la carte caters പോലെ. Most favorite caterers in South India. Banana Leaf a la carte caterers. മോഹൻലാൽ നായകനാവുന്ന ബ്രഹ്മാണ്ഡ ചിത്രം പുലിമുരുകന്റെ മ്യൂസിക് ലോഞ്ച് കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്നു. ചിത്രത്തിലെ താരങ്ങളായ മോഹൻലാൽ, കമാലിനി മുഖർജി, ബാല, വിനു മോഹൻ, ബേബി ദുർഗ, നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം, ഗോപി സുന്ദർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 360 ഡിഗ്രി സ്ട്രീമിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടത്തിയത്. ആദ്യമായാണ് ഇത്തരമൊരു ടെക്നോളജി മലയാള സിനിമയുടെ ഓഡിയോ ലോഞ്ചിനായി ഉപയോഗിക്കുന്നത്. ചടങ്ങിനിടയിൽ സിനിമയിലെ രണ്ടാമത്തെ ഓഡിയോ ഗാനം മോഹൻലാൽ പ്രകാശനം ചെയ്തു. മില്ലേനിയം ഓഡിയോസ് നേതൃത്വം വഹിക്കുന്ന സജി മില്ലേനിയമാണ് ചിത്രത്തിന്റെ ഓഡിയോ CD മോഹൻലാലിന് കൈമാറിയത്. ചിത്രത്തിലെ ഗാനങ്ങളും ട്രെയിലറും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. മോഹൻലാൽ, ബാല, വിനു മോഹൻ, ആന്റണി പെരുമ്പാവൂർ, ടോമിച്ചൻ മുളകുപാടം, സജി മില്ലേനിയം, ബേബി ദുർഗ, ഗോപി സുന്ദർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ബാനർ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലൊരു സന്തോഷമുണ്ട്. ആൻഡ് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരും എന്നെ ഏൽപ്പിച്ചത്. വൈശാഖിനെ മിസ് ചെയ്തുകൂടെ. വൈശാഖ് വന്നിട്ട് വൈശാഖ് ചെന്നൈയിലാണ്. സോ വൈശാഖ് എല്ലാവരുടെയും അന്വേഷണം പറയാൻ പറഞ്ഞു. വൈശാഖിൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ടോമിച്ചൻ്റെയും എല്ലാവരും ഒരുപാട് കാലത്തൊരു സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് സംസാരിക്കാനല്ല, എൻ്റെ പാട്ടുകളും ഇതിലൂടെ ഞാൻ എൻ്റെ വർക്ക് നിങ്ങൾ കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കേട്ടിട്ട് എൻജോയ് ചെയ്യുക, വിലയിരുത്തുക, അനുഗ്രഹിക്കുക. താങ്ക് യു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കിപ്പം പറയണം, ലാലേട്ടൻ്റെ കൂടെ മാടമ്പി എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് മിസ്സായ ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു വിഷമം, ആ ഒരു സങ്കടം തീർന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഇങ്ങനൊരു മൂവിയുടെ ഭാഗമായിട്ട് തന്നെ ഇതിൽ വിളിച്ച വൈശാഖേട്ടനായാലും എല്ലാവരും, ടോമിച്ചനായാലും അതുപോലെ ഉദയേട്ടനായാലും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാം നോബിളേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ സിനിമ. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള, മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. പിന്നെ എന്താ പറയുക, എനിക്ക് വേറൊന്നും പറയുന്നത്, ഒരുപാട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. ആദ്യം തന്നെ ഒരു കാര്യം പറയണം, ഇത് ഞങ്ങളുടെ പടമല്ല, ഇത് നമ്മളുടെ പടമാണ്. എന്താ പറയുക, ഏകദേശം ഒരു വർഷം എടുത്തു ഈ പടം തീരാൻ. അഭിനയിക്കാൻ ഒരു 160 ദിവസം എടുത്തു. അതും ലാലേട്ടൻ പോലെ ഒരു സൂപ്പർ സ്റ്റാർ, വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്, അവരോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രായം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇത്രയും റിസ്ക് എടുത്ത്, ഐ തിങ്ക് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം ഇൻഡസ്ട്രി 25 കോടി മേലിൽ സ്പെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, പ്രൊഡ്യൂസർ സാർ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, നല്ല കളക്ഷൻ ആയിരിക്കും. ലാലേട്ടൻ തന്നെ പേഴ്സണലായിട്ട് പറഞ്ഞു, അവരുടെ എക്സൈറ്റ്മെന്റിലാണ് ലാലേട്ടൻ ഉള്ളത്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. അഫ്കോഴ്സ് ഈ ഫംഗ്ഷനോട് ഹീറോ, ദ മ്യൂസിക് ഡയറക്ടർ, ഓഡിയോ റിലീസ് ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഗോപി സുന്ദർ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ വൈശാഖ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ, ക്യാമറമാൻ, എല്ലാ ടെക്നീഷ്യൻസ്ക്കും വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു.
സൂപ്പർ ഡൂപ്പർ ആവട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. വളരെ നാളുകളായി ഈ സിനിമയുടെ എല്ലാ ചർച്ചകളിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഈ സിനിമ മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന പോലെ മോഹൻലാൽ സാറിൽ നിന്ന് എല്ലാവരുടെയും ആഗ്രഹത്തിനൊത്തൊരു ചിത്രമായിരിക്കും. ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു 180ഓളം ദിവസം വർക്ക് ചെയ്ത് ലാസ്റ്റ് ഡേയിൽ ലാൽ സാർ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് വരുന്ന ഒരു ആവേശത്തോടെയായിരുന്നു ഈ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തത്. ശരിക്കും ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങ് വല്ലാതായി പോകുന്നതാണ്. കാരണം എങ്ങനെയെങ്കിലും തീരണേ എന്ന് വിചാരിച്ചായിരിക്കും എല്ലാവരും ഷൂട്ടിങ് വരുന്നത്. അപ്പോൾ ആ ഒരു 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 സ്നേഹം ആ സിനിമയോട് ലാൽ സാറിന് ഉണ്ടായതുപോലെ തന്നെ ആ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും ഉണ്ടായി. അത് ഇത്രയും സഹകരിച്ച എല്ലാ ടെക്നീഷ്യൻസിനോടും ഒരു അതിനകത്ത് എല്ലാം കൂടെ നിന്ന് ടോയ്സിനോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നടന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇത്രയും വലിയൊരു സിനിമ മലയാളത്തിലേക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്ന ടോമിസിനോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നന്ദി. എൻ്റെ ഒരു ബാനറിൽ ഇതുപോലൊരു സിനിമ ചെയ്യാൻ 2 വർഷം ഞാനും എൻ്റെ കൂടെ പ്രവർത്തിച്ച ഡയറക്ടർ, പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് മോഹൻലാൽ സാറിനെയാണ്. മോഹൻലാൽ സാറിൻ്റെ 6 മാസം ഇതിനു വേണ്ടി ഈ പുല്ലുമുരുകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു എനർജി മോഹൻലാൽ സാറാണ്. ഇതിലൊരു ഒരു വിജയവും അത് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഫൈറ്റ് മാസ്റ്ററായിട്ട് വന്ന പീറ്റർ ഹെയ്നാണ്. പീറ്റർ ഹെയ്ൻ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പടം ചെയ്യുന്നത്. അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പുലിമുരുകൻ മറ്റന്നാൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരികയാണ്. ഇത് വലിയൊരു സക്സസ് ആകട്ടെ. ഞാൻ ഇന്നലെ സിനിമ കണ്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ലാൽ സാർ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടു. എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ഇത് വലിയൊരു സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. മോഹൻലാലും ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ലൈവ് സ്ട്രീമിംഗിലൂടെ പ്രേക്ഷകരോട് സംസാരിക്കുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക് സെൻസേഷൻ.